ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന രൂപം കൊണ്ടത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും 18 വർഷമായി പ്രവർത്തിക്കുന്നത് ബാലക്കോട്ട് ആസ്ഥാനമായാണ്. പാകിസ്ഥാൻ പോലും നിരോധിച്ചതാണെങ്കിലും 2001 മുതൽ ബാലക്കോട്ടിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയാണ് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തിച്ചത്. ബാലക്കോട്ട് ഇന്ത്യയിലെ ഹിമാലയൻ അതിർത്തി ഗ്രാമങ്ങൾ പോലെ സുന്ദരമായ പ്രദേശം, മലകളും പുഴകളും നിറഞ്ഞ ഗ്രാമം. കാണ്ഡഹാർ വിമാന റാഞ്ചിൽ നടക്കും വരെ ബാലക്കോട്ട് ശാന്തമായ പ്രദേശമായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് എന്നൊരു സംഘടനയും അന്നുണ്ടായിരുന്നില്ല. മൗലാന മസൂദ് അസറിനെ വിമാനം റാഞ്ചി മോചിപ്പിച്ച ശേഷം അഫ്ഗാനിൽ വെച്ചാണ് സംഘടനയുടെ പിറവി. അന്ന് വിമാനം തട്ടിക്കൊണ്ടുപോയ യൂസഫ് അഷറും മസൂദ് അസറും ചേർന്ന് രൂപീകരിച്ചത്. ഒരു വർഷം തികയും മുമ്പ് ഇരുവരെയും അഫ്ഗാനിസ്ഥാൻ പുറത്താക്കി. അങ്ങനെയാണ് ലോകത്തെ 2 പതിറ്റാണ്ടായി വിറപ്പിക്കുന്ന ഭീകര സംഘടനയുടെ ആസ്ഥാനമായി ബാലക്കോട്ട് മാറിയത്. ഇവിടെ നിന്നാണ് ജെയ്ഷെ അതിന്റെ ചരിത്രത്തിലെ എല്ലാ ഭീകര ആക്രമണങ്ങളും നിയന്ത്രിച്ചത്. ആദ്യം കശ്മീർ നിയമസഭാ മന്ദിരത്തിന് സമീപം നടത്തിയ സ്ഫോടനം, മരണം 38. പിന്നെ 2001 ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ ആക്രമണം. അതോടെ അമേരിക്കയും പാകിസ്ഥാനും വരെ സംഘടനയെ നിരോധിച്ചു. മുംബൈ ട്രെയിൻ സ്ഫോടനം, പർവേസ് മുഷറഫിന് എതിരായ വധശ്രമം, ലണ്ടൻ ട്രെയിൻ ആക്രമണം, പത്താൻകോട്ട് ആക്രമണം എന്നിവയെല്ലാം നടത്തിയത് ബാലക്കോട്ടിൽ പരിശീലനം നടത്തിയ ഭീകരരായിരുന്നു. ഏറ്റവും ഒടുവിൽ പുൽവാമ ആക്രമണത്തിന് വന്നവരും ബാലക്കോട്ടിൽ പരിശീലനം നേടിയവർ. ജെയ്ഷെ എന്ന സംഘടനയുടെ മർമ്മസ്ഥാനത്തു തന്നെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ മിന്നലാക്രമണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.